പുതിയ പാപ്പയ്ക്കായി പ്രോ എലിജെന്തോ പോന്തിഫിച്ചെ. പാപ്പയുടെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർദിനാൾ സംഘം മെയ് 7 ബുധനാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രോ എലിജെന്തോ പൊന്തിഫീച്ചെ എന്ന ലത്തീൻ വാക്യമാണ് ഈ വിശുദ്ധ കുർബാനയെ ദ്യോതിപ്പിക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്നത്. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം 10 മണിക്ക്, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ജോവാനി ബത്തീസ്ത റേയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രോ എലിജെന്തോ പൊന്തിഫീച്ചെ വിശുദ്ധ കുർബാന ആരംഭിക്കും. ഇതിൽ 220 കർദിനാളന്മാർക്ക് പുറമെ മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരായിരിക്കും. ഈ കുർബാനയ്ക്ക് ശേഷം വൈകുന്നേരം 4:30 പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ആരംഭിക്കുക. ലത്തീൻ റീത്തിലെയും പൗരസ്ത്യ സഭകളിലെയും വോട്ടവകാശമുള്ള കർദിനാളന്മാർ നിശ്ചിത വേഷങ്ങൾ അണിഞ്ഞതിനു ശേഷം പേപ്പൽ ഭവനത്തിലെ പൗളീൻ കപ്പേളയിൽ നിന്ന് സകല വിശുദ്ധരുടെയും ലുത്തീനിയ ആലപിച്ചുകൊണ്ടായിരിക്കും സിസ്റ്റൈൻ കപ്പേളയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങുക. സിസ്റ്റൈൻ കപ്പേളയിൽ എത്തിയതിനു ശേഷം വേനി ക്രയാത്തോർ സ്പിരിത്തൂസ് എന്ന പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയെ തുടർന്ന് കോൺക്ലേവിന്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള പ്രതിജ്ഞ കർദിനാളന്മാർ ചൊല്ലും. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ്. പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് കോൺക്ലേവിൽ പ്രവേശിക്കുന്നതിന് അർഹതയുള്ള 135 കർദിനാളന്മാരിൽ 133 പേരും റോമിലെത്തിയിട്ടുണ്ട്. 2 കർദിനാളന്മാർ അനാരോഗ്യം മൂലം കോൺക്ലേവിൽ പങ്കെടുക്കില്ല. ഇന്ത്യയിൽ നിന്നുള്ള വോട്ടവകാശമുള്ള 4 കർദിനാളന്മാരും റോമിലുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ബെസേലിയൂസ് ക്ലീമീസ്, മാർ ജോർജ് ജേക്കബ് കുവക്കാട്, ഫിലിപ്പ് നേരി അന്തോണി പൂള എന്നീ കർദിനാളന്മാരാണ് 267 പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് കോൺക്ലേവിൽ പ്രവേശിക്കുന്ന ഭാരതീയർ.